ഹലോ. മൈസൂരിനോട് അടുത്ത് കിടക്കുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മാർക്കിംഗ് പോയിൻ്റായിരുന്ന ശ്രീരംഗപട്ടണത്തിലാണ് നമ്മളിന്ന് ഉള്ളത്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ റെലവൻസ് ഉള്ള ഒരു സ്ഥലമാണിത്. ഒരുപാട് യുദ്ധങ്ങൾ നടന്ന സ്ഥലമാണിത്. ആൻഡ് ദ ബോഡി ഓഫ് ടിപ്പു സുൽത്താൻ വാസ് ഫൗണ്ട് ഹിയർ ആൻഡ് ഇറ്റ് വാസ് മാർക്ക്ഡ് ദെയർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് കോർണൽ വെല്ലീസ് ഡഞ്ചനാണ്. ആൻഡ് ഇവിടെയാണ് പ്രിസണേഴ്സിനെ കൊണ്ടുപോയി വെച്ചിരുന്നത്. ആൻഡ് ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു ഇതിൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവിടേക്ക് എൻട്രി ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് എൻ്റെ തൊട്ടടുത്തൊരു വാട്ടർ ഗേറ്റ് ഉണ്ട്. ആൻഡ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഈ സ്ഥലത്തിന് ഈ പേര് വന്നത് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം ഇതിൻ്റെ തൊട്ടടുത്തുള്ളത് കൊണ്ടാണ് ശ്രീരംഗപട്ടണം എന്ന പേര് വന്നത്. ഈ നദി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിറയെ വിഗ്രഹങ്ങൾ കാണാൻ പറ്റും. ഒരിടത്തായിട്ട് ഒவ்வொരു വിഗ്രഹം വീണെടുക്കുന്ന കാണാൻ പറ്റും. ഇതിൻ്റെ കരയിൽ മുഴുവൻ ക്ഷേത്രങ്ങളുമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ടിപ്പു സുൽത്താൻ്റെ പാലസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 98% ഡിസ്ട്രോയിഡ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ ഒരു പേയ്മെൻറ്റ് സെറ്റപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് തന്നെ ടിപ്പു പണിയിപ്പിച്ച ഒരു പള്ളിയാണത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഒരു കുളമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ആമയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയപ്പോൾ 2 ആമകൾ അങ്ങനെ ഇരിക്കുന്നത് കണ്ടു. ഇവിടെ ഇപ്പോഴും മതപഠനമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് ഉള്ളിലേക്ക് കയറാനും. നമുക്ക് കുറേ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ. ആൻഡ് ദിസ് ഇസ് അനദർ പ്ലേസ്. ഇത് ശ്രീരംഗപട്ടണത്തിൻ്റെ ഹയസ്റ്റ് പോയിൻറ്റ് ഓഫ് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ആണ്. ആൻഡ് ഒബ്വിയസ്ലി ദ നെക്സ്റ്റ് പോയിൻറ്റ് വാസ് ഹിസ് സമ്മർ പാലസ്. അത് ഉള്ളിൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ട് കിട്ടിയ കുറച്ച് വിഷ്വൽസ് ആഡ് ചെയ്തിട്ടുള്ളൂ. And this is the same structure and architecture as used in Bengaluru summer palace of his. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പോയിൻ്റ് ഓഫ് വിസിറ്റ് എന്ന് പറയുന്നത് ഹിസ് ടോം. ദിസ് ഈസ് ദ പ്ലേസ് ഫോർ ഹിസ് ഫാദർ, മദർ ആൻഡ് ഹിംസെൽഫ് ഇസ് ബറീഡ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ദർഗയൊക്കെ ഉണ്ട്. അവർക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഒരുപാട് പേരുടെ ശവകുടീരങ്ങൾ ഇതിൻ്റെ അകത്തായിട്ട് തന്നെയുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ടിപ്പുവിൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും അദ്ദേഹത്തിൻ്റെയും ശവകുടീരം ഉള്ളത്. ഉള്ളിൽ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഇതിൻ്റെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ശവകുടീരങ്ങളാണ് ഞാൻ കാണിച്ചത്. ഇത് അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടേതായിരുന്നു. ഒരുപാട് ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ള സ്ഥലമാണ്. പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്യാം.